പാലക്കാട്ട് പിരിയാരി ശ്രീ കണ്ണങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന 3 ദിവസത്തെ ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൊങ്കാലയാണ്. പൊങ്കാല മഹോത്സവം കാലത്തെ നടന്നപ്പോൾ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിമാരെല്ലാം തന്നെ ഈ അമ്പലത്തിലെത്തി ഭക്തജനങ്ങളോടെല്ലാം വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും BJPയുടെ NDയുടെ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രനും എത്തുമെങ്കിൽ ഇവിടുത്തെ സ്ത്രീ അടക്കങ്ങളടക്കം ഒന്നടക്കം അവരെ ആശ്ലേഷിക്കുകയും അവരോട് അനുഗ്രഹം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിലൊരു സപ്പോർട്ടാണ് ഇവിടെ വരുന്ന പൊങ്കാലയിട്ടുന്ന ഭക്തജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ ഇവിടെ ഇന്ന് പ്രധാനമന്ത്രി തന്നെ വരികയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവിടെ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം തൃശ്ശൂരേക്ക് പോകും. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെല്ലാം ആവേശത്തിന് നിരവധി തവണ നിയമസഭയിലും ലോകസഭയിലും ഒക്കെ മത്സരിച്ചിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. BJPയുടെ ശക്തിയായ നേതാവാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ നിന്നും ശക്തിയായ ഒരു വനിതാ നേതാവാണ് ശ്രീ ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന് വേണ്ടി ഇവിടെ എത്തിയ ഭക്തജനങ്ങളെല്ലാം തന്നെ വളരെ ആവേശപൂർവ്വമാണ് വരവേറ്റത്. അതേപോലെ തന്നെയാണ് എന്തായാലും ഇവിടെ വലിയൊരു മത്സരം ആണ് കാഴ്ചവെക്കുന്നത്. പാലക്കാട് വലിയ തന്നെ അവർ ഓഫീസ് സമുച്ചയമായിട്ട് ഇവിടെ പ്രവർത്തകരെല്ലാം തന്നെ രാപകലില്ലാതെ വോട്ടുകൾ ഓരോ വോട്ടും ഈ NDയുടെ കാൻഡിഡേറ്റിന് നിരവധി തവണ ഇവിടെ മത്സരിച്ചെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗത്ത് ഈ പ്രാവശ്യം വിജയമല്ലാതെ വേറൊന്നും കാണുന്നില്ല എന്നുള്ള കർശനമായ ബുദ്ധിയോടുകൂടി തന്നെ അവരെല്ലാവരും അതനുസരിച്ചുള്ള പ്രവർത്തനമാണ്. ഭക്തജനങ്ങൾ അവരുടെ വോട്ട് മാത്രമല്ല അവർ ചെയ്യുന്നത്, മറ്റുള്ളവരെ കൊണ്ടും കൂടെ വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ശക്തമായ ഒരു മത്സരം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. പാലക്കാട് ഇതുവരെ കാണാത്ത രീതിയിലൊരു മത്സരം, പ്രധാനമന്ത്രി വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു മത്സരമാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ ഉത്സവ പ്രദേശങ്ങളിൽ വരുന്ന സ്ത്രീകളും വനിതകളുമെല്ലാം ശോഭാ സുരേന്ദ്രൻ്റെ ആവേശപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. ആ ആവേശം എന്തായാലും വോട്ടായിട്ട് മാറും. അത് എന്തായാലും ഈ അവസാന റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതാരാണ് വിജയത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 100% വിജയപ്രതീക്ഷയോടാണ് ശോഭാ സുരേന്ദ്രനും BJPയും NDയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വളരെ ആവേശത്തോട് തന്നെയാണ് ഈ പാലക്കാട് ഓരോ ദിവസവും പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. കർമ്മ ന്യൂസ്, രാമഭദ്രൻ. ഒരു മിനിറ്റ്. ഫോട്ടോ ക്യാമറ